കോൺഗ്രസ് ജയിച്ചതിന് നമുക്ക് ഇവിടെയുള്ള ചേച്ചിമാരോട് ചോദിക്കുക എന്തൊക്കെയാണ്. ചേച്ചിയുടെ പേരെന്നാ? എൻ്റെ പേര് ട്രീസ. ചേച്ചി എവിടുന്നാ? നാട്ടിലെവിടെയാ? നാട്ടില് കേരളം, ഇടുക്കി ഡിസ്ട്രിക്റ്റ് ആണ്. ഓക്കെ. ഇപ്പം ചേച്ചിക്ക് അറിയാമല്ലോ, നമ്മുടെ കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചിരിക്കുകയാണ്. 10 വർഷം കൂടിയാണ് അവർക്ക് ആ ഒരു അധികാരം കിട്ടിയിരിക്കുന്നത്. ആരാണ്, ഏത് നേതാവ് ഭരിക്കണം എന്നാണ് ചേച്ചിയുടെ ആഗ്രഹം? എനിക്ക് ഒറ്റ ഒരു ആഗ്രഹം, 10 വർഷം കൂടി നമ്മുടെ കേരളം തിരിച്ചു പിടിക്കാനായിട്ട് കിട്ടിയേക്കുന്ന ഒരു അവസരമാണ്. അതായത് കുട്ടിച്ചോറായി കിടന്ന നമ്മുടെ കേരളത്തെ അതിൻ്റെ ഒരു നല്ല നിലയിൽ ഭരിച്ചുകൊണ്ട് പോകാൻ അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റ കാര്യം പറയാനുള്ളത്, പ്രിയ നേതാക്കന്മാരെ, നിങ്ങൾ തമ്മിലടിക്കരുതേ. തമ്മിലടിച്ച് കലഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ള വിലയും കൂടെ പോകും. അതുകൊണ്ട് നന്നായിട്ട് ഭരിച്ചാൽ അടുത്ത വർഷം ഒരു പ്രചാരണവും കൂടാതെ നിങ്ങൾക്ക് തന്നെ, അതായത് കേരളത്തിൽ ഇപ്പം നിങ്ങൾ ഇപ്പം കുട്ടിച്ചോറായിട്ട് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. എന്നാലും നിങ്ങളൊന്ന് ആഞ്ഞു പിടിക്കുവാണെങ്കിൽ നമ്മുടെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയൊരു അപേക്ഷയുണ്ട്, നിങ്ങൾ തമ്മിലടിക്കരുത്. എല്ലാവരും കൂടെ തീരുമാനിച്ച് നന്നായിട്ട് ഭരിക്കുക. നമ്മുടെ കുട്ടികളൊക്കെ ഈ അന്യരാജ്യങ്ങളിൽ കടന്നു വന്ന്, അല്ലേ ചേച്ചി, എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പം നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ ലീഡർ സ്ഥാനത്തിന് വേണ്ടി തമ്മിലടിക്കാതിരിക്കുക, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചിയോട് ഒരു കാര്യം, ചേച്ചിക്ക് ആര് പറയണമെന്ന് ഈ ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞേ. എൻ്റെ പേര് ലില്ലി, ഞാൻ എറണാകുളം ജില്ലയിലെ നാട്ടില്. ചേച്ചിക്ക് ആര് വരണം എന്ന് ആഗ്രഹം? എനിക്ക് ആര് വരണമെന്ന് ചോദിച്ചാൽ, ഞാൻ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലല്ല താമസിക്കുന്നത്. എന്നാലും ഇപ്പം ഞാൻ ഇലക്ഷന് വേണ്ടി ഒത്തിരി സതീശൻ പാടുപെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഒത്തിരി കഴിവുള്ള വ്യക്തിയാണെന്നും. അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പിസോ തമ്മിലൂടെയോ ഒന്നും ഇല്ലാണ്ട് പുള്ളിയെ തന്നെ ആക്കുമായിരിക്കും. എനിക്ക് ജനസമ്മതിയും അത് തന്നെ ആയിരിക്കും എൻ്റെ ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ എന്നിട്ട് ഇവർ തമ്മിലടിച്ചാൽ ഈ പറയുന്ന വിജയത്തിന് യാതൊരു അർത്ഥമില്ലാണ്ടായി പോകും. ഒന്നിച്ച് നിൽക്കണം എന്നാണ് ചേച്ചിയുടെ അഭിപ്രായം. തമ്മിലടിക്കരുത്. ഇനിയിപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് വിചാരിച്ചു സതീശന്, വേറൊരാൾക്കാണെങ്കിലും അത് ഓക്കെ, ഒന്നിച്ച് ഭരിച്ചു, ഈ ടീം കോൺഗ്രസ് അവരെന്തോ ഒരു പേര് കൊടുത്തായിരുന്നല്ലോ, ടീം UDF എന്നൊങ്ങാണ്ട്. സോ ആ വർത്താനത്തിൽ മാത്രമല്ല, ആ ടീമാന്ന് ജനങ്ങളെ കാണിച്ചു. ജനങ്ങളാരും ഇനിയോട്ട് വോട്ട് ചെയ്യത്തില്ല, അവർ കൊലക്കെത്താൻ പാടില്ല. നിങ്ങൾ അതുപോലെ ശക്തരായ നേതാക്കന്മാരെയാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ ചാണ്ടിയുമ്മനുണ്ട്, അതുപോലെ നമ്മുടെ പിഷാരടി, അവരൊക്കെ ശക്തരായിട്ടുള്ള നേതാക്കന്മാരാണ്. അപ്പോൾ അതൊന്നും അറിഞ്ഞില്ലേ? അങ്ങനെ അവർ കേപ്പബിൾ ആയിട്ടുള്ളവർ. അതുകൊണ്ട് നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത്. ദയവ് ചെയ്ത് നന്നായിട്ട് ഭരിക്കുക. ഞങ്ങളുടെ എല്ലാവരും അപേക്ഷയാണ്. ഞങ്ങൾ വയസ്സാകുമ്പം, പ്രായമാകുമ്പം പെൻഷൻ അങ്ങോട്ടൊക്കെ വരാനിരിക്കുവാണേ. അപ്പം ഞങ്ങളെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്തേക്കണം. ഓക്കെ, താങ്ക് യു.